അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി. ഇന്ന് സഭയിൽ പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഭരണപക്ഷം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ കാലത്താണ് ഇതേപോലെ ഒരു ADGP RSS നേതാവിനെ കൂടിക്കാണാൻ പോയതെന്ന് അറിഞ്ഞാൽ ഒരു അന്വേഷണം നടത്തി, ആ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് വന്ന് അതിനുശേഷം മാത്രമല്ലേ ഈ നടപടിയെടുക്കൂ? അത് ഭരണപരമായ ഒരു രീതിയല്ലേ? ആ റിപ്പോർട്ട് വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയില്ലേ എന്നതാണ് ചോദ്യം. നിങ്ങൾ എങ്ങനെയാണ് അന്ന് RSS ബന്ധമുണ്ട് എന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ട DGP ആയിരുന്ന സെൻകുമാറിനെ പ്രതിരോധിച്ചതെന്നും നമുക്കറിയാവുന്നതാണ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി. അപ്പോൾ കോൺഗ്രസിന് ഇന്ന് വ്യക്തമായ മറുപടി കിട്ടിയോ സഭയിൽ? അല്ല, നോക്കൂ അരുൺകുമാർ, നമുക്കറിയാമല്ലോ കോവിഡ് ഈ രാജ്യത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. അതുപോലെ ഇന്ന് കേരളത്തിൽ പുതിയൊരു തരം പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ പനിയുടെ പേര് അടിയന്തര പനി എന്നാണ്. അടിയന്തര പ്രമേയം പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് അവതരിപ്പിക്കാൻ അനുമതി തേടുന്ന സമയത്ത് മാത്രം പ്രത്യേകമായി വരുന്ന ഒരു പനിയാണ് അടിയന്തര പനി. അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതിലെ വീഴ്ചയെ പറ്റിയാണ് എന്റെ സുഹൃത്ത് ആർഷു ഇവിടെ വസന്ത് തെങ്ങുംപള്ളി. ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. കാരണം ഒരാളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സഭയിൽ സ്പീക്കർ പറഞ്ഞാൽ പിന്നെ അതിന്മേൽ ചർച്ച ചെയ്യാതിരിക്കലാണ് അഭികാമ്യം. കാരണം അത് അദ്ദേഹത്തിന് പ്രായമായി, അദ്ദേഹത്തിന് അസുഖം വരുന്നു, അദ്ദേഹത്തിന് വോയിസ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വഴിക്ക് വിടുക. താങ്കൾ മെറിറ്റിലേക്ക് വരും. എത്രയോ ആർജവത്തോടു കൂടിയാണ് ഇന്നലെയും ഇന്ന് ഉച്ചവരെയും അദ്ദേഹം സഭയിൽ പ്രതിപക്ഷത്തിന് നേരെ ഗോഗ്വ വിളികൾ നടത്തിയത്. അദ്ദേഹത്തിന് പെട്ടെന്ന് അങ്ങനെ വന്നു എന്ന് വിചാരിച്ചാൽ അങ്ങ് അതിൽ വിശ്വാസ്യതയിൽ എടുത്തോളൂ. തൽക്കാലം അത് എടുക്കാൻ കോൺഗ്രസിനും എനിക്കും താല്പര്യമില്ല. രണ്ട്, RSS മേധാവിയുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ച ഇവർ പറയാണല്ലോ വലിയ നടപടിയെടുത്തെന്ന്. എന്ത് നടപടിയെടുത്തത്? തിരുവനന്തപുരത്ത് ഇതാ ഇടത് സൈഡിലുള്ള ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ വലത് സൈഡിലുള്ള ഓഫീസിലേക്ക് മാറ്റി എന്നുള്ളതാണ് വലിയ നടപടി. മഹാ കഷ്ടമായി പോയി. ഇതുപോലെയൊന്നും ആരോടും ഇത്രയും പൈശാചികവും ക്രൂരവുമായി ഒരു IPS ഉദ്യോഗസ്ഥനോട് ഒരു സർക്കാർ പെരുമാറരുതേ. ചെയ്യാൻ സാധിക്കും അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി? നമ്മുടെ സംസ്ഥാനത്ത് RSS നേതാവിനെ കൂടിക്കാഴ്ച നടത്തിയതിന് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ സർവീസ് ചട്ടം അനുസരിച്ച്? അല്ലല്ലോ, അതിന്റെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് എന്താണ് പ്രശ്നം? ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് ആ റിപ്പോർട്ടിന്മേൽ സസ്പെൻഡ് ചെയ്യാമല്ലോ. ജുഡീഷ്യൽ അന്വേഷണം നടത്തിയാൽ എത്ര നാളെടുക്കും അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി? അല്ല, അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയോ വേണ്ട എന്നൊരു നിലപാട് സർക്കാർ. അല്ല, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം സംഭവിച്ച കേസുകൾക്കെല്ലാം എന്താ സംഭവിച്ചത്? ഒരു നടപടിയെങ്കിലും, ഒരു ജുഡീഷ്യൽ അന്വേഷണമെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടോ ഈ നാട്ടിൽ? അത് UDF ആവട്ടെ LDF ആവട്ടെ. ഇപ്പോൾ നടപടി വന്നില്ല, ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയില്ല. മറ്റെന്താണ് ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയുക? നിങ്ങൾ നടപ്പിലാക്കാനുള്ള ആർജവമുണ്ട് എന്നാണല്ലോ ഇവർ പറയുന്നത്. ഒന്ന്, RSS മേധാവിയെ കണ്ടു എന്നുള്ളത് മാത്രമല്ലല്ലോ പ്രതിപക്ഷത്തിന്റെ ആരോപണം. ചരിത്രത്തിൽ ഇല്ലാത്തതുപോലെ BJPക്ക് ലോക്സഭയിൽ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ആ കണ്ടുമുട്ടൽ, ആ കാഴ്ച പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് ആരോപണം. അപ്പോഴും കണക്ക് നിങ്ങൾക്കെതിരാണ്. 76,000 വോട്ട് പോയത് LDFന്റെ അല്ല, UDFന്റെയാ തൃശ്ശൂരിൽ. 1.5 ലക്ഷം വോട്ട് നിയമസഭയുമായി ബന്ധിപ്പിച്ച് നോക്കിയാൽ പോയത് LDFന്റെ തന്നെയാണ്. ഏറ്റവും റീസെന്റ് നടന്ന തെരഞ്ഞെടുപ്പുമായി എന്നെ കമ്പയർ ചെയ്താലോ? അങ്ങനെ കമ്പയർ ചെയ്താൽ 1.5 ലക്ഷം വോട്ട് ഇവരുടെ എവിടെ പോയി എന്ന് ഇവര് പറയണ്ടേ? അങ്ങനെ ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അതിവൈകാരികമായൊരു വികാരമാണ്. അതവിടെ ഹൈന്ദവന്റെ മാത്രം പ്രശ്നമല്ല. അത് കലങ്ങുമ്പോൾ, അതിൽ ഭംഗമുണ്ടാകുമ്പോൾ ആ വോട്ട് കൂടുതലായി നഷ്ടപ്പെടുക കേഡർ പാർട്ടികളുടെ ആവില്ല, അതൊരു സെമി കേഡർ പാർട്ടിയുടെ ആവില്ല. കേഡർ അല്ലാത്ത സിസ്റ്റത്തിൽ മതേതര വോട്ടുകളായിരിക്കും ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുക. അതിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ പോയിട്ടില്ല എന്നൊന്നും ഞങ്ങൾ പറയില്ല. നോക്കൂ, CPM പോലൊരു കേഡർ പാർട്ടിക്ക് ബൂത്ത് ലെവലിലേക്ക് പോയി വോട്ടർമാരോട് നോക്കൂ, നിങ്ങൾ നാളെ തൊട്ട് RSSന് അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഉള്ളിടത്ത് എങ്ങനെയാവുന്ന വോട്ട് മറിക്കാൻ സാധിക്കുക? ഒരു പൊളിറ്റിക്കൽ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുക. ആ പൊളിറ്റിക്കൽ ട്രെൻഡ് ആയിരുന്നു അവിടെ തൃശ്ശൂർ പൂരം. തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ചർച്ചകളിൽ അവിടെ എത്തപ്പെട്ട ആളാണല്ലോ ഡോക്ടർ അരുൺകുമാർ. അങ്ങേക്ക് അറിയാമല്ലോ, തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ഫാക്ടർ, ആ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ 50% സ്വാധീനിച്ചിട്ടില്ല എന്ന് അരുൺകുമാർ പറയുമോ? അപ്പോ ആ ഒരു പൊളിറ്റിക്കൽ ട്രെൻഡ് അവിടുത്തെ വിശ്വാസികളുടെ, അവിടുത്തെ മതേതര വിശ്വാസികളുടെ മനസ്സിനെ കോട്ടം തട്ടിക്കുന്ന രീതിയിൽ, വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ട്രെൻഡ് അതായിരുന്നു തൃശ്ശൂർ പൂരം. അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി RSS മേധാവിയുമായി അവിശുദ്ധ ബന്ധത്തിന് കൂട്ടുപോയി എന്നുള്ളതാണ് ആരോപണം. ശരി, അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ RSS നേതാവ് ദത്താത്രേയ കാണാൻ വേണ്ടി ഈ ADGPയെ കൂട്ടിക്കൊണ്ടുപോയത് ഈ വിശേഷാൽ സമ്പർക്ക പ്രമുഖായ A ജയകുമാറാണ്. ഈ A ജയകുമാറിൻ്റെ സഹോദരൻ്റെ പേര് കൈമനം പ്രഭാകരൻ എന്നാണ്. കൈമനം പ്രഭാകരൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാര്യ സഹോദരി ഭർത്താവാണ്, കോൺഗ്രസ് നേതാവാണെന്നാണ് ഇന്ന് നിയമസഭയിൽ വി ജോയ് പറഞ്ഞത്. അപ്പോൾ ADGPയുമായി കൂടിക്കാഴ്ച നടത്തിയ ജയകുമാറിന്റെ സഹോദരൻ കൈമനം പ്രഭാകരന് കോൺഗ്രസുമായിട്ട് ബന്ധമുണ്ടെന്ന് സഭയിൽ വി ജോയ് പറഞ്ഞിട്ടുണ്ട്.
അപ്പോ അല്ല, എന്തിനു പോയി എന്നുള്ളത് RSS ഇതിലും ADGP ഭേദം. കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാര്യ സഹോദരനോട് ചോദിച്ചാൽ മതി. ഇതിലും ഭേദം ഹൊസബുള്ളയുടെ വീടിന്റെ താഴെയുള്ള പറമ്പിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ കോൺഗ്രസ് നേതാക്കൾ പോകാറുണ്ട്. ആ വെള്ളം എടുക്കുന്നത് കൊണ്ട് കോൺഗ്രസിന് ഇതിൽ എനിക്കറിയില്ല കേട്ടോ. അടുക്കൽ വസന്ത് ഏതെങ്കിലും RSS നേതാവിന്റെ വീട്ടിൽ വെള്ളം കോരി കൊടുക്കുന്ന പണി കോൺഗ്രസ്സുകാർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്താൽ തന്നെ അത് കോൺഗ്രസ് അംഗീകരിക്കുമോ എന്നും എനിക്കറിയില്ല. കോൺഗ്രസ് RSSനെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന പാർട്ടിയാണ്. എന്ത് തരം ക്യാപ്സ്യൂളാണത്? അല്ലല്ല, ഇത് സഭയിൽ വി ജോയ് ചോദിച്ചതാ. അങ്ങനെ മറുപടി ഉണ്ടെങ്കിൽ പറയാം. കൈമനം പ്രഭാകരൻ ഈ വിഷയത്തിൽ ബന്ധമുണ്ടെന്നാണ് ഇന്ന് വി ജോയ് പറഞ്ഞത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാര്യ സഹോദരനാണ് കൈമനം പ്രഭാകരൻ. അത് A ജയകുമാറിന്റെ സഹോദരനാണെന്നും ഇന്ന് സഭയിൽ പറയുന്നു. അരുൺകുമാർ നോക്കൂ, RSS നേതാവിനെ കാണാൻ പോയ ADGPക്ക് പ്രശ്നമില്ല. ആ കൂടെ അവിടെ ADGP തെറിച്ചു. പക്ഷേ കോൺഗ്രസ് നേതാവിനോട് വിശദീകരണം ചോദിച്ചോ? കൂടെ പോയ ആൾക്ക് പ്രശ്നമില്ല. കൂടെ പോയവന്റെ കുഞ്ഞമ്മയുടെ അളിയന്റെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാണ് ഇപ്പൊ പ്രശ്നം. RSS നേതാവ് ദത്താത്രേയ ഹൊസബുള്ളയുടെ അടുത്ത് പോയി സംസാരിച്ചു. അദ്ദേഹത്തെ കൊണ്ടുപോയതാരാ? എന്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ പറയുന്നില്ല? കൈമനം പ്രഭാകരൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ ആരാ? ഈ സഭയിൽ തന്നെ ഉള്ള ഒരു മുൻ മന്ത്രിയുടെ ബന്ധുവാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ? അഡ്വക്കേറ്റ് വസന്ത് നെഗമ്പള്ളി, ഇതാണ് വി ജോയ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് എന്ത് തരം ക്യാപ്സ്യൂളാണിത്? അതായത് അതായത് നമ്മൾ ഈ ചില പത്രങ്ങളൊക്കെ റൂട്ട് മാപ്പ് വരയ്ക്കുന്നത് പോലെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തുടക്കത്തിൽ ഇരിക്കുന്ന വീട്ടിലെ ആളാണ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഒരു നാണം തോന്നുകയാണ് വി ജോയിയെ പോലെ ഇത്ര സീനിയറായ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരാൾ നിയമസഭയിൽ വന്ന ഒരു SFIക്കാരുടെ നിലവാരത്തിലേക്ക്, അതിലും താഴ്ന്ന് ബാലസംഘക്കാരുടെ നിലവാരത്തിലേക്ക് ക്യാപ്സ്യൂൾ ഇറക്കുകയാണ്. അത് പോട്ടെ. ഏതായാലും അങ്ങ് ചോദിച്ചൊരു കാര്യം, എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ സാധിക്കുക? ഡിപ്പാർട്ട്മെന്റൽ ആക്ഷന് എന്തുകൊണ്ട് സർക്കാരിന് റെക്കമെൻഡ് ചെയ്തുകൂടാ? മാത്രമല്ല, ഇപ്പോ ക്രമസമാധാന കേൾക്കൂ, ഇപ്പൊ ഈ പറയുന്ന ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി എന്ന് പറയുന്നു. മാറ്റി അദ്ദേഹം മുമ്പ് വിജിലൻസ് ചുമതലയിൽ നിന്ന് മാറി ഏതാണ്ട് 2 ആഴ്ച കാലത്തോളം എന്താണ് ചുമതല എന്ന് പോലും അറിയാതെ തിരുവനന്തപുരത്ത് നട്ടം തിരിഞ്ഞു നിന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അത്തരത്തിൽ പോലും ഇത്തവണ അദ്ദേഹത്തിനെതിരെ നടപടിയില്ല. വളരെ സുഗമമായി, ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് ഇടത്തെ സൈഡിലെ ഓഫീസിൽ നിന്ന് വലത്തെ സൈഡിലെ ഓഫീസിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണ്. എന്ത് നടപടിയാണിത്? വളരെ കൃത്യമാണ്. RSS നേതാവിന്റെ കാണാൻ വേണ്ടി പിണറായി വിജയന്റെ ദൂതനായാണ് ADGP പോയത്. എന്ത് കൊടുക്കാൻ പറ്റും? അതിലേക്ക് വരൂ. RSS നേതാവിനെ കണ്ടതിന്റെ പേരിൽ അത് മാത്രമാണ് നിലവിൽ റിപ്പോർട്ടിലുള്ളത്. അത് ദുരൂഹമാണ്. അത് വ്യക്തിപരമായ ആവശ്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ അത് ചട്ടലംഘനമാണോ എന്നത് പരിശോധിക്കണം. ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയത്. ഇതല്ലാതെ മറ്റെന്ത് നടപടിയെടുക്കാൻ കഴിയും? അതാണ് എന്റെ ചോദ്യം. അവിടെയാണ് വളരെ കൃത്യമായി പ്രതിപക്ഷവും അതിനോടൊപ്പം തന്നെ CPIയും ആവശ്യപ്പെടുന്നത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കട്ടെ. ജുഡീഷ്യൽ അന്വേഷണം ജുഡീഷ്യൽ അന്വേഷണമൊന്നും CPI ആവശ്യപ്പെട്ടിട്ടില്ല. തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടത് PV അൻവർ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടന്നാൽ എങ്ങും എത്താനും പോകുന്നില്ല. നമ്മുടെ ജുഡീഷ്യൽ അന്വേഷണമൊക്കെ ഈ ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്ന ചങ്ങാതിമാർക്ക് കുറച്ച് ശമ്പളവും അലവൻസ് കൊടുക്കാം എന്നതിനപ്പുറം ഒന്നിലേക്കും എത്തിയിട്ടില്ല. അഡ്വക്കേറ്റ് വസന്ത് നെഗമ്പള്ളി, ഇന്നിപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഈ ADGP RSS കൂടിക്കാഴ്ചയിൽ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. സർക്കാർ പറയുന്നു അങ്ങനെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് 23-ാം തീയതി മുഖ്യമന്ത്രിയുടെ ടേബിളിൽ എത്തിയിട്ടില്ല. മുഖ്യമന്ത്രി അറിയാത്ത കാര്യം എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് അറിഞ്ഞത്? അല്ല, കഴിഞ്ഞ ദിവസം വരെ ഈ RSS നേതാവിനെ കാണാൻ പോയത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടാണ് അറിഞ്ഞത് എന്ന് ഞാൻ വാർത്തകളിൽ കണ്ടു എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി ഒന്നും ഓഫീസിൽ നടക്കുന്ന അറിയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് പണ്ട് ശിവശങ്കരനും പറഞ്ഞത്. ടോയ്ലറ്റ് നാപ്കിനിൽ എന്തെങ്കിലും എഴുതി കൊടുത്താൽ ഒപ്പിട്ട് തരുന്ന ആളാണ് അദ്ദേഹം, പഞ്ചപാവമാണ്, പൂച്ചയാണ് എന്നൊക്കെയല്ലേ പറഞ്ഞത്. മുഖ്യമന്ത്രി അറിയുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിന് തന്നെ പ്രശ്നമാണ്. ഇനി സഭയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തെറ്റാണെങ്കിൽ അടുത്ത ദിവസം രേഖാമൂലം അദ്ദേഹം ഡിഫെൻഡ് ചെയ്യട്ടെ. നിയമമന്ത്രി പറഞ്ഞു, MP രാജേഷ് പറഞ്ഞു, അങ്ങനെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടില്ല, ADGPയുടെ ഇന്റലിജൻസ് റിപ്പോർട്ടും ഇല്ല. ഇത് തന്നെയാണല്ലോ RSS മേധാവി ഹൊസബുള്ളയുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ ആദ്യമേ പറഞ്ഞത്. ഞാൻ ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോൾ അവിടെ കണ്ടു എന്നല്ല പറഞ്ഞത്. പിന്നീട് അത് ശരിയാണെന്ന് ADGP സമ്മതിക്കുന്നു. പിന്നീട് അത് ശരിയാണെന്ന് സർക്കാരും സമ്മതിക്കേണ്ടി വരുന്നു. അവസാനം നിയമസഭാ സമ്മേളനത്തിന്റെ പറഞ്ഞു വേണോ മുഖ്യമന്ത്രി അറിയാൻ? സ്വന്തം ആഭ്യന്തര വകുപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് പ്രതിപക്ഷ നേതാവ് അറിഞ്ഞു വേണമോ? ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. വസന്ത് നെഗമ്പള്ളി, Debate with Dr. Arun Kumar.